അപ്പോൾ അര കിലോ പോത്തിറച്ചിയാണ് ബിരിയാണി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറി മസാലപ്പൊടിയാണ്, ഇറച്ചിക്കറി മസാലപ്പൊടി, കുരുമുളക്, ജീരകം, പട്ട, തക്കോലം ഇതൊക്കെ കൂടി ഇട്ട് കൊടുക്കാൻ പോകണേ. ഒരു പീസല്ലേ നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് വേവിച്ചെടുക്കാം. ബിരിയാണിയിലേക്ക് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ് അണ്ടിപ്പരിപ്പും പൈനാപ്പിളും കൂടിയിട്ടാണ് എടുത്തെടുക്കുന്നത്. ഇത് അരച്ചിട്ട് വരാം. കുറച്ച് പശു നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 2 ടീസ്പൂണ് പശു നെയ്യ്. നല്ല ചൂടായതിന് ശേഷം നമ്മുടെ കറുവപ്പട്ട ഏലക്കായൊക്കെ എഴുതിയിട്ടുണ്ട് കുറച്ച്. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഒരു സവാളയാണ് ചെറുത്. നല്ല പോലെ വഴറ്റി കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഇഞ്ചി പച്ചമുളകൊക്കെ ചതച്ചത് ഇട്ട് കൊടുക്കാം. മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും പൈനാപ്പിളും കൂടി അരച്ച് വെച്ചതാണ് ഇത് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഇറച്ചി വേവിച്ച വെള്ളമാണ് ഒരു പാത്രം. ഈ ഒരു പാത്രം കൊണ്ടാണ് അരി എടുക്കുന്നത്. നമുക്കൊരു പാത്രം കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. 2 പാത്രമായി. ഇനി കുറച്ച് വെള്ളം ഭാഗം ഒഴിച്ച് കൊടുത്താൽ മതി. ഞാൻ ജീര റൈസാണ് എടുക്കുന്നത്. വെള്ളം കുറവ് മതി. അപ്പോൾ നമ്മുടെ വെള്ളം നല്ല പോലെ തിളച്ചിട്ടുണ്ട്. നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. വെള്ളം എടുത്ത പാത്രത്തിൽ തന്നെയാണ് അരി എടുത്തിട്ടുള്ളത്. ഇറക്കി കൊടുക്കാം. ചെറുനാരങ്ങയുടെ അരഭാഗമാണ്. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ ഇളക്കി മൂടി വയ്ക്കാം കേട്ടോ. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇറച്ചിയൊന്ന് വറുത്തെടുക്കാനാണ്. ഇറച്ചി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേറെ പാത്രം ഇടാം. ശേഷയിൽ സവാള വതക്കി കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 2 സവാള തന്നെയാണ്. നല്ല പോലെ ഇളക്കി കൊടുക്കാം. സവാള നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി പച്ചമുളകൊക്കെ ചതച്ച് ഇട്ട് കൊടുക്കാം. നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. 4 തക്കാളി ചെറുതാക്കി എടുക്കുന്നതാണ്. നല്ല പോലെ വഴറ്റി കൊടുക്കണം. നമുക്ക് തുറന്ന് നോക്കാം. തക്കാളി സവാളയൊക്കെ നല്ല ഇതേപോലെ നല്ല വഴറ്റിയെടുക്കണം. നമുക്ക് ഇതിലേക്ക് ഇറച്ചിട്ട് കൊടുക്കാം. പൊരിച്ച ഇറച്ചി മിക്സി കുറച്ച് ചെറുനായി മിക്സ് ചെയ്തിട്ട് മൂടി വയ്ക്കട്ടെ. നമുക്ക് ഇതിൽ 2 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കാം. തൈര് മിക്സ് ചെയ്യാൻ മതി. നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇറച്ചിക്ക് നടുഭാഗം ഇങ്ങനെ ആക്കിയിട്ട് നമുക്കത് ചോറ് കൊണ്ട് മൂടി വയ്ക്കാം. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പശു നെയ്യ് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് മുന്തിരിയിട്ട് കൊടുക്കാം. മുരിഞ്ഞ വരുമ്പോൾ പച്ചത്തിൽ ബാക്കിയുള്ള ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. നല്ല പോലെ ഇളക്കി കൊടുക്കാം. നല്ല പോലെ മുരിഞ്ഞ് വരട്ടെ. അപ്പോൾ നമ്മുടെ ബിരിയാണിയിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വെതറിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കൊത്തമല്ലി ചപ്പൊക്കെ വെതറി ഈ പാത്രത്തിലേക്ക് വിളമ്പാട്ടെ. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.